ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അതായത് ഈ വീക്കിലും അടുത്ത വീക്കിലും പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാലോ നമ്മുടെ കോഴ്സിന്റെ പേരെന്ന് പറയുന്നത് ഡേറ്റ ഡ്രിവൺ എന്നാണ്. ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആഴ്ച അടുത്ത ആഴ്ചയും അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ടല്ല, ഒരു അതിൻ്റെ ഒരു എങ്ങനെയാണ് നമുക്ക് ഡേറ്റ അനാലിസിസ് ചെയ്യാം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതാണ് എക്സലും പവർ ബി ഐയും. അപ്പോൾ നമ്മുടെ ഈ ഡാറ്റ ഡ്രിവൺ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ സിലബസിൽ. വളരെ കേരളത്തിൽ ആരും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ടോപ്പിക്സ് കേരളത്തിൽ. വേറെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ തുടക്കം അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ ആവശ്യകതയും ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും മനസ്സിലാവും കേട്ടോ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ചിന്തിക്കണം, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് എന്താണ് ഡാറ്റ അനലിറ്റിക്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്കറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡേറ്റകൾ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാമ്പയിൻ ആയാലും ശരി, പലതരം പ്രൊമോഷൻ വർക്കുകളായാലും ശരി, SEO ആയാലും ശരി. SEOയിൽ തന്നെ നമുക്കറിയാം പലതരം, ഇത്ര ഇംപ്രഷൻ കിട്ടി, ഇത്ര ക്ലിക്ക് കിട്ടി, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന കീവേഡൊക്കെ റാങ്ക് ചെയ്തു. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും നമ്മൾ ഒരുപാട് ഡേറ്റകൾ കൈകാര്യം ചെയ്യുന്നതാണ് ഡിജിറ്റൽ വേൾഡിൽ. ഡിജിറ്റൽ ഒരുപാട് ഡേറ്റകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഡേറ്റ അനലിറ്റിക്സിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഭയങ്കര സക്സസ് ആവാൻ പറ്റൂ. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഞാനൊരു ക്ലയന്റിനൊക്കെ വേണ്ടിയിട്ട് 1 മില്യൺ എൻക്വയറി ജനറേറ്റ് ചെയ്യുക, 40,000 അഡ്മിഷൻസ് എടുക്കാം. എന്തുകൊണ്ട് എനിക്കിത് എടുക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഡേറ്റ അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടായതുകൊണ്ടാണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അനലിറ്റിക്കൽ സ്കില്ല് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ അനാലിസിസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഒട്ടുമിക്കവർക്കും വിജയിക്കാൻ പറ്റാത്തതും നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റാത്തതിൻ്റെയും ബേസിക് റീസൺ അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളിപ്പോൾ പലരും വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ചെയ്തു പോവും. പക്ഷെ അതിനെ പ്രോപ്പർലി അനലൈസ് ചെയ്യുക, അതിൽ നിന്ന് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കുക, അതിൽ നിന്നുള്ള ആക്ഷൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്യുറസി ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ക്ലിയർ? അപ്പൊ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ്, മെഷറിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റ ടു ഇംപ്രൂവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. കണ്ടോ, അതിൽ 3 പ്രധാനപ്പെട്ട ടേമാണ്: കളക്ടിങ്, മെഷറിംഗ് ആൻഡ് അനലൈസിങ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ 3 പോയിന്റ്: കളക്ടിങ്, മെഷറിംഗ് ആൻഡ് അനലൈസിങ്. ഞാൻ കുറച്ചൊരു ഹാഫ് ആൻ അവർ മാത്രമേ തിയറി പറയുന്നുള്ളൂ. അത് ഇനി തിയറി ഇല്ല, അത് കഴിയുമ്പോൾ ഫുള്ളി പ്രാക്ടിക്കൽ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് തുടക്കം നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്കോപ്പിനെ കുറിച്ച് പറയേണ്ടതാണ്. നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ വലിയ കമ്പനികളിൽ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ ഇതിന്റെ ആവശ്യകത നിങ്ങൾ അറിയാണ്ട് തന്നെ വരും. അപ്പൊ ഇപ്പോഴേ തൊട്ട് നിങ്ങൾക്ക് ആ തോട്ട് ഞാൻ തരുന്നതാണ്. ക്ലിയർ? ചിലവർക്കൊക്കെ അറിയുന്നതാണ്. നമ്മൾ ഇത് കഴിക്കുമ്പോൾ എക്സൽ ആയിരിക്കും പഠിക്കുക. എക്സൽ കുറെ പേർക്ക് അറിയുന്നതാവും, കുറെ പേർക്ക് അറിയാത്തവരുണ്ടാവും. അറിയുന്നവർക്ക് ഒന്നും കൂടി അതൊന്ന് റിഫ്രഷ് ചെയ്യുക. അറിയുന്നവർക്ക് ഒന്നും കൂടി ഇതിന്റെ ആവശ്യകത ശരിക്കും മനസ്സിലാവും കേട്ടോ. ഇപ്പൊ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കളക്ടിങ്. നമുക്ക് ഡേറ്റ വേണം. അപ്പൊ ആദ്യം തന്നെ കളക്ട് ചെയ്യണം. നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഡിജിറ്റൽ ഡേറ്റകളാണ്. നമ്മൾ പലതരത്തിലുള്ള ക്യാമ്പയിൻസ് ചെയ്യും. ആ ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡേറ്റകളായിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ SEO എന്ന് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 500 ക്ലിക്ക് കിട്ടിയിട്ടുണ്ടാവും. 500 ക്ലിക്ക് കിട്ടിയിരിക്കുന്ന ഒരു 50 കീവേഡുകളിൽ നിന്നായിരിക്കും. അപ്പൊ നമ്മൾ ആ ഡേറ്റകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 500 ക്ലിക്ക് കിട്ടി എന്നൊക്കെ അറിയാൻ പറ്റും. അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞ കീവേഡിനാണ് ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനാണ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റും.
അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാം. ഇവിടെ ഒട്ടുമിക്കവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫെയിൽ ആവണതിന്റെ കാരണം കൃത്യമായിട്ടുള്ള ആക്ഷൻ അവർക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണത് അവരത് ഫെയിലായി മാറുന്നത്. എല്ലാവർക്കും പിടുത്തം കിട്ടണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എവരിബഡി ഈസ് ഓക്കെ? ഓക്കെ ആണ് സർ. ഹരിലാൽ ഓക്കെ ആണോ? ഓക്കെ. ഷഫ്ന ഓക്കെ ആണോ? ഓക്കെ സർ. എല്ലാവരും ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ടോപ്പിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ജോബ് കിട്ടാനാണ്. ഇവിടെ ഇപ്പൊ മാർക്കറ്റിൽ വെറുതെ ജോബുകളുണ്ട്, ചെറിയ ജോബുകളാണ് ആൾക്കാർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഗ്രോത്ത് വരില്ല. ഗ്രോത്ത് വരണമെങ്കിൽ ഇങ്ങനത്തെ എല്ലാ ടൂൾസും പറയണം. നമുക്ക് നല്ല ജോബ് കിട്ടണമെങ്കിൽ ഒരുപാട് പഠിച്ചാൽ കിട്ടും. കുറച്ച് പഠിച്ച ചെറിയ ജോബ് കിട്ടും. അതെല്ലാവരും മനസ്സിലാക്കണം. അത് നല്ല എല്ലാ മേഖലകളും നിങ്ങൾ കൈകാര്യം ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കത് അതിനെക്കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് ഡേറ്റ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ്. നമ്മളത് ചെയ്യും, പ്രാക്ടിക്കലി ചെയ്യും. അപ്പൊ ഡേറ്റകൾ കളക്ട് ചെയ്യുക, മെഷർ ചെയ്യുക, അനലൈസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ സ്കില്ല് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഉണ്ടാവണം. ഞാൻ വീണ്ടും 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 അതിനെക്കുറിച്ച് പറയണത് നിങ്ങൾക്ക് അന്നാ മാത്രമാണ് നിങ്ങളുടെ ക്യാമ്പയിൻ നെക്സ്റ്റ് ലെവലിൽ പോവും. ഞാൻ ഇവിടെ മാർക്കറ്റിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ചില ക്യാമ്പയിൻസും ചില ബഡ്ജറ്റും ഒരേപോലെ സ്പെൻഡ് ചെയ്ത് പോവാണ്. അവർക്കറിയില്ല ഇത് എങ്ങനെ കൂട്ടണം, എങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടെങ്കിലാണ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ. കണ്ട, അതുപോലെ ഇറ്റ് ഹെൽപ്സ് മാർക്കറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് യൂസർ ബിഹേവിയർ, campaign performs and market trends. With accurate analysis, marketers can make data-driven decision rather than relying on guesswork. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് അതാണ്. ഈ പോയിന്റ് എല്ലാവരും കണ്ടോ? With accurate analysis, digital marketers can make data-driven decision. എല്ലാവരും ടേം എഴുതി വെക്കുക, data-driven decision. എല്ലാവരും എഴുതി വെക്കേണ്ട ടേമാണ് data-driven decision. Data-driven decisions. ക്ലിയർ ആയോ? ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു ക്യാമ്പയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും എൻക്വയറി വന്നു. ഇന്റർനെറ്റിൽ നിന്നും എല്ലാ ഡിസ്ട്രിക്റ്റിലും എൻക്വയറി വന്നു. നിങ്ങൾ അതിനെ എന്താവുന്നില്ല, നിങ്ങൾ അതിനെ കൃത്യമായി അനലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമ്പയിനിൽ എവിടെയാണ് കൃത്യമായിട്ട് ബഡ്ജറ്റ് ഇടണമെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. പക്ഷെ നിങ്ങൾ ബഡ്ജറ്റ് ഓൾ അക്രോസ് കേരള ഇട്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് ഈ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എറണാകുളത്ത് ഇട്ടാലാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരും. അതാണ് അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് വേണം. അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ എറണാകുളത്തായതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എറണാകുളത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. വേണ്ട, അപ്പൊ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുത്ത്. അപ്പൊ അത് ആക്യുറസി റേറ്റ് ഭയങ്കരമാണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിത്തിങ് എന്തെങ്കിലും ഉണ്ടോ? അത് മനസ്സിലാവണ്ടോ? ഇല്ല, മനസ്സിലായി. ഓക്കെ, കണ്ടോ? ആൻഡ് ഒരു റിയൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ആൻഡ് എട്ട് കമ്പനി അനലൈസ്ഡ് യൂസർ ബിഹേവിയർ ഓൺ ലാൻഡിംഗ് പേജ് ആൻഡ് ഡിസ്കവേർഡ് ദാറ്റ്
Shorter registration form increased sign up by 40%. ഇപ്പൊ നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ഈ വെബ്സൈറ്റിന്റെ ഹോം പേജിൽ നിങ്ങൾ ഒരു 5 ഫോമുള്ള ഫീൽഡ് ഇട്ടു. അത് നിങ്ങൾ എന്ത് ചെയ്തു? ആ 3 ഫോമുള്ള 3 ഫീൽഡുള്ള ഫോം ആക്കി. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ മൊത്തത്തിൽ വരുന്ന എൻക്വയറിയുടെ എണ്ണം കൂടി. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനുള്ള സ്കില്ലുകൾ വേണം. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾ വിജയിക്കൂ മേഖലയിൽ. ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. Why data analytics is crucial in digital marketing? Digital marketing generates huge volumes of data daily from multiple channels like Google Ads, social media, and websites. So data analytics helps interpret this information to optimize ROI and drive better result. നമ്മളായാലും ഡിജിറ്റലിൽ പല ചാനലിൽ കൊണ്ട് ക്യാമ്പയിൻ ചെയ്യും. നമ്മൾ ചിലപ്പോൾ യൂട്യൂബിൽ കൊണ്ട് അഡ്വർടൈസ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ട് അഡ്വർടൈസ് ചെയ്യും, ഫേസ്ബുക്കിൽ കൊണ്ട് അഡ്വർടൈസ് ചെയ്യും, ഗൂഗിളിൽ കൊണ്ട് അഡ്വർടൈസ് ചെയ്യും. നമ്മൾ സോ മെനി ചാനൽസിൽ കൊണ്ട് അഡ്വർടൈസ് ചെയ്യും. നമുക്കറിയില്ല ഏത് ചാനലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ അനലൈസ് ചെയ്യണം. നമുക്കറിയാം പത്രത്തിലോ ഹോർഡിങ്സിലോ തൊട്ട് ഒരുപാട് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ each and everything can be tracked. അപ്പൊ നിങ്ങളായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പ്രോപ്പർലി ട്രാക്ക് ചെയ്യണം. ഫേസ്ബുക്കിന് എത്ര എൻക്വയറി വന്നു, ഫേസ്ബുക്കിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്തു, ഫേസ്ബുക്കിന്റെ ROI എത്ര, ഗൂഗിളിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്തു, ഗൂഗിളിന് എത്ര എൻക്വയറി വന്നു, ഗൂഗിളിന്റെ ROI എത്ര, യൂട്യൂബിന്റെ ROI എത്ര. നിങ്ങൾ ചാനൽ ഒരു 5-8-10 ചാനലിൽ കൊണ്ടുപോയി നിങ്ങൾ പലതരത്തിലുള്ള ഡിജിറ്റൽ പ്രൊമോഷൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ചാനൽ നിങ്ങൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലായി ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒട്ടും റിസൾട്ട് തരാത്തത് യൂട്യൂബാണ്. അപ്പൊ നിങ്ങൾക്കത് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള ഫേസ്ബുക്കിലായിരിക്കണം നിങ്ങൾ ബഡ്ജറ്റ് ഇടണ്ടേ. ഒട്ടും റിസൾട്ട് ഇല്ലാത്ത യൂട്യൂബിന്റെ ചാനൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അതാണ് അപ്പൊ നിങ്ങളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചും കൂടി ബെറ്റർ ആവും. നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ. ഡേറ്റയിലൂടെയാണ് നമ്മൾ ഡിസിഷൻ എടുത്തത്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡേറ്റ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ അനലിറ്റിക്സ് ഹെൽപ്സ് ഐഡന്റിഫൈ ഹൂ യുവർ ഐഡിയൽ കസ്റ്റമേഴ്സ് ആർ ബേസ്ഡ് ഓൺ ഡെമോഗ്രാഫിക്സ്, ജിയോഗ്രാഫിക്, ബിഹേവിയറൽ ഡാറ്റ, റിഫൈൻ ടാർഗറ്റ്, വേസ്റ്റഡ് ആൻഡ് ആഡ് സ്പെൻഡ്. നേരത്തെ ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ നമുക്കറിയാൻ പറ്റും ഏത് ചാനലാണ് എവിടെ നിന്നാണെന്ന്. ഇത് നിങ്ങൾ എപ്പോഴും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കണ്ട, എ ലോക്കൽ റെസ്റ്റോറൻറ്റ് ചെയിൻ യൂസ്ഡ് ഗൂഗിൾ ആഡ് അനലിറ്റിക്സ് ടു ഡിസ്കവർ ദാറ്റ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഓൺലൈൻ ഓർഡേഴ്സ് came from user aged 25 to 34. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാ ഡെമോഗ്രാഫിക്സ് നിങ്ങൾ കൃത്യമായി പഠിക്കണം. നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിംഗില് ത്രൂ ഔട്ട് നിങ്ങൾക്ക് അനലിറ്റിക്കൽ സ്കില്ല് വേണം. SEO ചെയ്യുമ്പോൾ അനലിറ്റിക്കൽ സ്കില്ല് വേണം, സോഷ്യൽ മീഡിയ ചെയ്യുമ്പോൾ അനലിറ്റിക്കൽ സ്കില്ല് വേണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഏജ് എത്രയാന്ന് കൃത്യമായി പഠിക്കണം. വെറുതെ പോയി നിങ്ങൾ ഒരു ക്യാമ്പയിനോ കാര്യങ്ങളോ ചെയ്യരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എ കസ്റ്റമർ ജേർണി മാപ്പിംഗ് ത്രൂ അനലിറ്റിക്സ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരാൾ വന്നാൽ ആദ്യം ഹോം പേജിലേക്ക് അവർ പോകും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് പേജിലേക്ക് പോകും. പ്രൊഡക്റ്റ് പേജിൽ നിന്ന് ചിലപ്പോൾ അവർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങും. വാങ്ങുന്നതിന് മുന്നേ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഒരു ഷോപ്പിംഗ് കാർട്ടിലേക്ക് ആഡ് ചെയ്യും. പേയ്മെന്റ് ഗേറ്റ് അവിടെ ചിലപ്പോൾ നമുക്കറിയാം. പക്ഷെ പേയ്മെന്റ് ഗേറ്റ് അവിടെ ആകുമ്പോഴേക്കും ആൾക്കാർ എക്സിറ്റ് അടിച്ച് പോണു. അപ്പൊ നമുക്കറിയാൻ പറ്റും ഏത് ചാനലിൽ നിന്നാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ എക്സിറ്റ് ആവുന്നത്.
അവിടെ കൊണ്ടുപോയി നമുക്ക് അവിടെ ഒപ്റ്റിമൈസേഷൻ സെറ്റ് ചെയ്യാം. അതാണ് ജേർണിംഗ് മാപ്പിംഗ് ത്രൂ അനലിറ്റിക്സ് എന്നൊക്കെ പറയുന്നത്. പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് ഇൻ മാർക്കറ്റിംഗ്. പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, നമ്മൾ ഇതിന് മുന്നത്തെ പഴയ ഡാറ്റ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണു, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പ്രെഡിക്റ്റ് ചെയ്തു. മനസ്സിലായോ? ഇപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടാ. ഇപ്പൊ ഒരു കസ്റ്റമർ എടുത്തു, നമ്മളിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് 100 കസ്റ്റമർ എടുത്തപ്പോൾ മനസ്സിലായി ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് 40 to 50 ഏജിലുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ ഏജിലുള്ളവർ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. അതാണ് പ്രെഡിക്റ്റീവ് എന്ന് പറയുന്നത്. പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്തിട്ട് പഠിച്ചിട്ട് നമ്മൾ അതിനെ അത് വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് കാര്യം ചെയ്യുന്നുണ്ട്. An online bookstore used predictive analytics to recommend books based on browsing behavior, increasing repeat purchase. നിങ്ങൾ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനുണ്ടോ? കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യും. അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്, ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ് ലീഡ്സ് ടു മോർ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസസ്, ബെറ്റർ കസ്റ്റമർ സെഗ്മെന്റേഷൻ, ഹയർ ROI. ഓക്കെ, യൂണിവേഴ്സിറ്റി യൂസ്ഡ് അനലിറ്റിക്സ് ട്രാക്ക് വിച്ച് ആഡ്സ് ബ്രോട്ട് ദ മോസ്റ്റ് ആപ്ലിക്കേഷൻസ്. കണ്ടോ, ഏതൊക്കെ ഇപ്പൊ ഗൂഗിളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വന്ന, SEO എന്നാണ് ഏറ്റവും കൂടുതൽ, അവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് എന്ത്. Data analytics is no longer optional. It is essential for modern digital marketing success. Data decision, data analytics ഒരു no longer an optional അല്ല, ഇറ്റ്സ് essential ആണ് modern digital marketing success. അതായത് starting with the basic tool like Excel, Google Analytics, marketers can grow into advanced platform. നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഡാറ്റ അനലിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞത്. അത്യാവശ്യം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയോ? ജസ്റ്റ് ഒരു ബേസിക് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ, എന്താണ് ഡാറ്റ അനലിറ്റിക്സ്. ഓക്കെ, ഇനി നമ്മൾ ഡാറ്റ അനലിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ടൂളാണ് എക്സൽ എന്ന് പറയും. ഇവിടെ ഉള്ളവർക്ക് ആർക്കൊക്കെ എക്സൽ പഠിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് പറയാമോ പ്ലീസ്? ആരൊക്കെയാണ് എക്സൽ പഠിച്ചിരിക്കുന്നത്? ചെറിയ രീതിയിൽ അറിയാം. ആർക്കെങ്കിലും നല്ല രീതിയിൽ അറിയാമോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. അത്യാവശ്യമൊക്കെ ചെയ്യും. അത്യാവശ്യം അറിയാം. അത്യാവശ്യം അറിയാം. നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ചെയ്യാറുണ്ട്. ഗുഡ്. ബാക്കി ആർക്കൊക്കെ അറിയാം? സുബീഷ് അറിയോ എക്സൽ? ഇല്ല സാർ, ഞാൻ കുറച്ച് ആപ്പൊക്കെ അറിയാമെന്നല്ലാണ്ട് എക്സൽ ചെറുതായിട്ടൊക്കെ അറിയാം, ചെയ്യാം, കണ്ടു മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ നിങ്ങൾ പറയുന്നത് പോലെയാണ് എക്സലിനെ മനസ്സിലാക്കി വെച്ചത്. പക്ഷെ ഞാൻ ഡാറ്റ അനാലിസിസ് പഠിച്ചപ്പോഴാണ് എക്സൽ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ടൂളേ അല്ല. എക്സൽ ഈസ് സൂപ്പർ ഡൂപ്പർ പവർഫുൾ ടൂളാണ് എക്സൽ. എനിക്ക് അറിയില്ലായിരുന്നു എക്സൽ ഇത്ര വലിയ സംഭവമുണ്ട്, ഇതുപോലെ കാര്യങ്ങളുണ്ട്, ഇതിനൊരു പ്രൊഫഷണൽ സിസ്റ്റം ഉണ്ടെന്നുള്ളത്. ഞാൻ വെറുതെ എന്തുപോലെ ഡാറ്റ കിട്ടി ഇങ്ങനെ ആഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല, ഡാറ്റ എക്സൽ ഈസ് വെരി 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 പവർഫുൾ. എക്സൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല. ഓക്കെ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡെപ്തിൽ പഠിക്കുക ഈ വീക്ക്, അടുത്ത വീക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ടോപ്പിക്സ് ആയ സോഷ്യൽ മീഡിയ, ഗൂഗിൾ ആഡ്സ്, അതൊക്കെ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങളിത് പഠിക്കില്ലായിരുന്നു. ആദ്യം തന്നെ എക്സൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇവിടെ ഓക്കെ,
ഇതാണ് എക്സൽ. നിങ്ങൾക്കറിയാം, ഏറ്റവും താഴെ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും എക്സൽ എന്ന് പറഞ്ഞാൽ. ഗൂഗിളിലല്ല, ശരി, ഏറ്റവും അടിയിൽ സെർച്ച് ചെയ്ത എക്സൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എക്സൽ ഓപ്പൺ ചെയ്യാൻ, എല്ലാവർക്കും എക്സൽ ഓപ്പൺ ചെയ്യാൻ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ബേസിക്കലി ഒരു എക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇവിടെ ഏറ്റവും മുകളിൽ കണ്ട ബുക്ക് 1, ഇതാണ് ആ എക്സലിന്റെ പേര്, ബുക്ക് 1. നമുക്കതിനെ സേവ് ചെയ്ത് ഇപ്പൊ ഈ ഫയലിനെ സേവാസ് കൊടുക്കാം. സേവാസ് കൊടുത്ത് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്, തുടക്കം ഒരു ബേസിക് ഇട്ട് പറയണമെന്നുള്ളൂ. ഇപ്പോ ഇതിന് നമ്മളൊരു ഫയലിൽ ഇവിടെ നമുക്ക് സേവ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇവിടെ സേവ് ചെയ്യാം, ഡാറ്റ അനാലിസിസ്. എക്സൽ വർക്ക് ബുക്കിൽ നമുക്കിവിടെ സേവ് ചെയ്യാം. ആ പേര് ഇവിടെ മാറി, ആ എക്സലിന്റെ വർക്ക് ബുക്കിന്റെ പേര് മാറി. നമുക്കത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ഇനി ഈ എക്സലില് ഇവിടെ നമുക്കറിയാം ക്ലോസ് ചെയ്യാൻ അറിയാം. അതുപോലെ ഇവിടെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ക്ലിക്ക് റീഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ട, എവിടേക്ക് വേണമെങ്കിൽ ഇതിന് മൂവ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് അത് അവിടെ തന്നെ ആവും. അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ ഹൈഡ് റിബൺസ് ഉണ്ട്. റിബൺസ് എന്ന് പറയുന്നത് ഈ ഭാഗത്തിനാണ് റിബൺസ് എന്ന് പറയാം. അപ്പൊ നമുക്കിപ്പോൾ അതിനെ ഹൈഡ് ചെയ്യണമെങ്കിൽ കണ്ടോ, ഓട്ടോ ഹൈഡ് റിബൺ കൊടുത്തത് വരും, ഹൈഡ് ആവും. അതുപോലെ തന്നെ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെ അവിടെ ഷോ ടാബ്സ് ഉണ്ട്. ടാബ്സ് മാത്രമാണ് കണ്ടോ, ഇതാണ് ടാബ്സ് എന്ന് പറയാം. ഫയൽ, ഹോം, ഇൻസേർട്ട്, ഫോർമുല, അതിനെയാണ് ടാബ്സ് എന്ന് പറയാം. TABS, ടാബ്സ്. എല്ലാവരും അത് എഴുതി വെച്ചോളൂ. ഓരോ ടേമുകൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, എന്നാലും ജസ്റ്റ് ഞാൻ ഇതിന്റെ കൃത്യം ടെക്നിക്കൽ ടേമുകളോട് കൂടിയിട്ട് എനിക്ക് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നതാണ് ടാബ്സ് എന്ന് പറയും. ഫയൽ എന്ന് പറയുന്ന ഒരു ടാബ്, അതുപോലെ തന്നെ ഹോം എന്ന് പറയുന്ന ടാബ്, ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബാണ് ടാബ്സ്. ക്ലിയർ? ഇനി നിങ്ങൾ വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ടാബ്സ് ആൻഡ് കമാൻഡ്സ് കൊടുത്ത എല്ലാ ടാബ്സും കമാൻഡ്സും വരും. ഇത് നേരത്തെ പറഞ്ഞാൽ ഹൈഡ് ചെയ്ത് ഓക്കെ, ഇവിടെ ഷോ ടാബ്സ് ആൻഡ് കമാൻഡ്സ് കൊടുത്ത ഇതിലെ കംപ്ലീറ്റ് സാധനങ്ങൾ അവിടെ കാണിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് QAT എന്ന് പറയും, ക്വിക്ക് ആക്സസ് എന്ന് പറയും. ക്വിക്ക് ആക്സസ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും ഒരു സാധനം വേണ്ട, നമുക്ക് വേണമെങ്കിൽ അൺഡു കൊടുത്ത് അൺഡു ആവും. അതുപോലെ റീഡ് കൊടുത്ത റീഡും ആവും. ക്ലിയർ ആയാലോ? ഇതിനെ പറയുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയും. കണ്ടോ, കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഒന്ന് എഴുതി വെക്കുക എല്ലാവരും, QAT, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഒന്ന് എഴുതി വെക്കുക എല്ലാവരും, ടേമുകളായിട്ടൊന്ന് പരിചയമാവാനാണ് എഴുതി വെക്കാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള സമയം തരാം. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്ലിയർ? അടുത്തതാണ്, ഇതിനിവിടെ മൊത്തത്തിൽ പറയുന്ന പേരാണ് റിബൺസ് എന്ന് പറയും. കാണിച്ചു തരാം. ഇവിടെ മൊത്തത്തിൽ കണ്ട, ഇതിനിങ്ങനെ മൊത്തത്തിൽ പറയണതാണ് എന്ത്, റിബൺസ് എന്ന് പറയും. എഴുതി വെക്കുക എല്ലാവരും, റിബൺസ്. അതിനെ പറയണ പേരാണ് റിബൺസ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാണിച്ചു തന്നത്. ഇവിടെ നമ്മൾ കണ്ട ഒരു സാധനമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, കണ്ട ഓട്ടോ ഹൈഡ് റിബൺസ്, കണ്ട, അതിനാണ് റിബൺസ് എന്ന് പറയാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് കണ്ട, റിബൺസ് മൊത്തതായി. വീണ്ടും ക്ലിക്ക് ചെയ്ത് അത് വരും, ഓട്ടോ ഇതിനാണ് റിബൺസ് എന്ന് പറയാം. ക്ലിയർ? അതേപോലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, QAT, റിബൺസ്. റിബൺസ് എന്ന് പറയുന്നത് 4 ഭാഗം കൂടി ചേരുന്നതാണ് റിബൺസ്. എല്ലാവരും എഴുതി വെക്കുക. ഒന്ന് ടാബ്സ്, ടാബ്സ് എല്ലാവരും എഴുതി വെക്കുക, ടാബ്സ്, കമാൻഡ് ബട്ടൺ, ഗ്രൂപ്പ്, ഡയലോഗ് ലോഞ്ചർ. അതായത് ടാബ്സ്, കമാൻഡ് ബട്ടൺ, ഗ്രൂപ്സ്, ഡയലോഗ് ലോഞ്ചർ.
ഇത്രയും കൂടി ചേരുന്നതാണ് എന്ത് റിബൺസ് എന്ന് പറയുന്നത്. എവരിബഡി ഈസ് ക്ലിയർ? ക്ലിയർ ആണോ? Yes, yes. എല്ലാവരും ഈ ടേമുകൾ എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക, ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ടാബ്സ്. കണ്ടോ, ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു ടാബ്സ് ആണ്, ഹോം ടാബ്സ് ആണ്, ഇൻസേർട്ട് ടാബ്സ് ആണ്, ഡ്രോ ടാബ്സ് ആണ്, പേജ് ലേഔട്ട് ടാബ്സ് ആണ്, ഫോർമുല, ഇതിനാണ് ടാബ്സ് എന്ന് പറയാം. ഹോം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട കട്ട്, കോപ്പി, ബോൾഡ്, IU, അതിനെയാണ് പറയണേ കമാൻഡ് ബട്ടൺ. കണ്ടോ, ഈ ടാബ്സിന്റെ താഴെയുള്ള ഇതിനെ പറയാണ് കമാൻഡ് ബട്ടൺ. ഇൻസേർട്ട് ടാബ് അതുമായി ബന്ധപ്പെട്ട കമാൻഡ് ബട്ടൺസ് വരും. ഡ്രോ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കമാൻഡ്സ് ബട്ടൺസ് വരും. പേജ് ലേഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കമാൻഡ്സ് ബട്ടൺസ് വരും. ഫോർമുല ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കമാൻഡ്സ് ബട്ടൺസ് വരും. എവരിബഡി ഈസ് ക്ലിയർ? ഇല്ല? Yes. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഫോണ്ട് എന്ന് പറഞ്ഞൊരു പേര് കണ്ടോ, ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ച് തിരിച്ചിട്ടുണ്ട്, അതിനാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയാ. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഡാറ്റ അനലിറ്റിക്സ് പഠിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെയാണോ ഇതിന്റെ പർപ്പസ് എന്ന് മനസ്സിലായ. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് കണ്ടോ, ഇതൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ പേരാണ് ഫോണ്ട്. ഇത് അടുത്ത ഗ്രൂപ്പ്, അതിന്റെ പേരാണ് അലൈൻമെന്റ്. അതിങ്ങനെ തിരിച്ചിട്ടുണ്ട് വെർട്ടിക്കൽ ലൈൻ വെച്ച്. കണ്ടോ, സ്റ്റൈൽ എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ്, നമ്പർ എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ്, എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു വേറൊരു ഗ്രൂപ്പ്. എന്താണ് ഗ്രൂപ്പ് എന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഇല്ല? Yes. എല്ലാവർക്കും മനസ്സിലാവണ്ടോ ഞാൻ പറയണത്? ബോറടിക്കാണോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഈ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫോണ്ടിന്റെ ഫോണ്ടിന്റെ ഇത് മാറ്റാം അല്ലെ. പലതരം ഫോണ്ട് ഇടാം, ഇതൊക്കെ ഇടാം. ഓക്കെ, സൈസ് കൂട്ടാം, ഇതൊക്കെ ആ ഫോണ്ടിന് ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബോൾഡ് ആക്കാം. ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ആരോ കണ്ടോ, വലുതാക്കാം. കണ്ട, അതിനെ പറയണതാണ് എന്ത്? ഡയലോഗ് ലോഞ്ചർ. അതിനെ പറയണതാണ് ഡയലോഗ് ലോഞ്ചർ. അപ്പൊ ഇതിവിടെ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഒരു 5-6 ഇതായിരിക്കും. കുറച്ചും കൂടി കൂടുതൽ സാധനങ്ങൾ കാണണമെങ്കിൽ ആ ഡയലോഗ് ലോഞ്ചറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോ നമുക്ക് അലൈൻമെന്റ് വേണം. അലൈൻമെന്റിന് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലെ. അതിന്റെ കുറെ കൂടി കാര്യങ്ങൾ കാണണമെങ്കിൽ ഇവിടെ അതിന്റെ ഡയലോഗ് ലോഞ്ചർ ഉണ്ട്. കണ്ട, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കൂടുതൽ കാണാം. കണ്ടോ, നമ്പർ, അലൈൻമെന്റ്, ഫോണ്ട്, ബോർഡർ, ഫിൽ, പ്രൊട്ടക്ഷൻ എന്നൊക്കെ പണ്ട് കാണാം. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഫോർമാറ്റിംഗ് ഉണ്ട്, നമ്പറിംഗ് ഉണ്ട്, സെല്ലുണ്ട്. സെല്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ഇവിടെ ഡയലോഗ് ലോഞ്ചർ ഇല്ല. അതിന്റെ അർത്ഥം അത്രയും ഫെസിലിറ്റീസ് ഉള്ളൂ എന്നാണ് ഉള്ളത്. ഇതിന് ഡയലോഗ് ലോഞ്ചർ ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇതിന് ഡയലോഗ് ലോഞ്ചർ ഉണ്ട്, നമ്പറിന്. അപ്പൊ നമ്പർ ക്ലിക്ക് ചെയ്താൽ കണ്ട കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. അതാണ് ഡയലോഗ് ലോഞ്ചർ. അപ്പൊ ഇത്തരം കാര്യത്തിന് ഒരുമിച്ച് പറഞ്ഞാണ് റിബൺ. റിബൺ എന്ന് പറഞ്ഞാല് അതിൽ ടാബ്സ് ഉണ്ട്, ടാബ്സിന്റെ താഴെ കമാൻഡ് ബട്ടൺസ് ഉണ്ട്. അത് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട്. ഇനിയും ഓരോ ഗ്രൂപ്പിന്റെ കൂടുതൽ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഡയലോഗ് ലോഞ്ചർ ഉണ്ട്. ക്ലിയർ ആണോ? നിങ്ങൾ എല്ലാവരും ഇങ്ങനെയാണോ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലാവർക്കും അറിയുന്നത്? ഗുഡ്. ഇനി നമ്മൾ ഇവിടെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തു. സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഈ സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ട ആ സെല്ലിന്റെ റെഫറൻസ് ആണ് കാണിക്കുന്നത്. ആ സെല്ലിന്റെ പേരാണ് കാണിക്കുന്നത്. സെൽ റെഫറൻസ് എന്ന് പറയും. ആ സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? F6 എന്നാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട H11. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ H11. H എന്ന് പറയുന്നത് കണ്ട, ഇവിടെ H എന്ന് പറഞ്ഞു, ഇവിടെ നമ്പർ 11 ആണ്. അതാണ് ആ സെല്ലിന്റെ റെഫറൻസ്.
ഇവിടെ ക്ലിക്ക് ചെയ്താൽ 09. അതേപോലെ നമുക്കിപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ D3 പോകണമെന്ന് വിചാരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ D3 അടിച്ചാൽ മതി. കണ്ടോ, ഓട്ടോമാറ്റിക്കലി ആ സെല്ലിലൂടെ സെലക്ട് ആവും. ഏത് സെല്ലിലേക്കാണോ നിങ്ങൾക്ക് പോകേണ്ട ആ സെല്ലിലൂടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ D4 കൊടുത്താൽ കണ്ടോ, അതിനെ പറയണതാണ് സെൽ റെഫറൻസ്. എല്ലാവരും ഒന്ന് എഴുതിയിരിക്കട്ടെ പ്ലീസ്, സെൽ റെഫറൻസ്. അതുപോലെ ഇതിനെ കണ്ട ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് എന്ത്, റോസ്. ഇത് റോസ്. അതേപോലെ ഇത് കോളംസ്. ഇത് കോളംസ്. ഇത് റോസ്. ഇപ്പൊ നമ്മൾ ഇവിടെ കാണിക്കുന്നത് ആദ്യം ഇത് A1 എന്ന് പറയുമ്പോൾ കോളത്തിന്റെ പേരാണ് ആദ്യം കൊടുക്കുന്നത്. ഇവിടെ ആണെങ്കിൽ G അല്ലെ, ഇതാണ് കോളം. കോളത്തിന്റെ പേരായിരിക്കും ഇവിടെ സെൽ റെഫറൻസിൽ ആദ്യം വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം റോന്റെ നമ്പർ ആണ് വരുന്നത്. അങ്ങനെയാണ് സെൽ റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇല്ല, എല്ലാവർക്കും ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. ഗുഡ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സെല്ലിലേക്ക് പോവാം. അതുപോലെ തന്നെയാണ് ഇതിന് ഇവിടെ പറയേണ്ടതാണ് ഫോർമുല ബാർ. കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നു അത് ഈ ഫോർമുലയിലേക്ക് വരും. അതിനാണ് ഫോർമുല ബാർ. നിങ്ങൾക്ക് ഒരു സാധനം വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഫോർമുല ബാറിലും എഡിറ്റ് ചെയ്യാം. ഇതിനെ പറയണതാണ് ഫോർമുല ബാർ. അതുപോലെ തന്നെ ഇവിടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മളതൊക്കെ വളരെ കമ്മിങ് സെഷനിൽ പഠിക്കും. നമുക്ക് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉപയോഗിക്കാം. ഉണ്ടാവും. ഇപ്പൊ ഫൈനാൻഷ്യലിനെ കുറിച്ച് മാത്രമുള്ളതാണെങ്കിൽ അത് മാത്രം എടുക്കാം. അതുപോലെ തന്നെ ഡേറ്റ് ടൈമിനെ കുറിച്ച് മാത്രമേ അത് എടുക്കാം. അതുപോലെ തന്നെ മാത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വേണമെങ്കിൽ അത് മാത്രം എടുക്കാം. ഇതൊക്കെ നമ്മൾ കമ്മിങ് സെഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതാണ് ഫോർമുല ബാർ. ഇതാണ് ഫങ്ഷൻസ്. ഫോർമുല ബാറും ഫങ്ഷൻസും ക്ലിയർ ആയോ? ഇല്ല, ക്ലിയർ? വെരി ഗുഡ്. ചില ടേമുകൾ നിങ്ങൾ എഴുതിയെടുക്കാട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പ്രാക്ടിക്കലി ചെയ്യാൻ തരാം, പേടിക്കണ്ട. നിങ്ങൾ കുറച്ചേരം പ്രാക്ടിക്കലി ചെയ്യാം. നാളെ തൊട്ട് നാം കുറച്ചും കൂടി സ്പീഡിൽ പോകും. കുറെ കാര്യങ്ങൾ കവർ ചെയ്ത് പോകും. കുറെ ടാസ്കുകൾ തരും. കാരണം ഒരാഴ്ച, ആക്ച്വലി 1 വീക്ക് ഈസ് നോട്ട് ഇനഫ്. നിങ്ങൾക്ക് പഠിച്ചു വരുമ്പോൾ, നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മാത്രം പഠിക്കാൻ നിങ്ങൾ ചെയ്ത് പോകും. വേറൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ടോപ്പിക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ മേഖലയിലും ഈ ടോപ്പിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, ഒരു ഡേ ടു ഡേ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഗുണം ചെയ്യും. ഓക്കെ, അപ്പോ അതെ. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ റോസിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ കൺട്രോളിൽ പ്രസ് ചെയ്തിട്ട് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്ര റോ ഉണ്ടെന്ന് മനസ്സിലാവും. കണ്ടോ, XFD എന്ന് പറഞ്ഞ റോ വരെ ഉണ്ട് എന്ന് മനസ്സിലാവും. ഞാൻ എത്ര റോ എന്നൊക്കെ കണ്ടുപിടിച്ച് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരും. അതുപോലെ തന്നെ കൺട്രോൾ ബോട്ടം ആരോ, ഡൗൺ ആരോ അടിച്ചാൽ നമുക്കിവിടെ ഏറ്റവും അടിയിൽ കാണാൻ പറ്റും എത്ര റോ ഉണ്ടെന്ന്. കണ്ട, ഏകദേശം 10 ലക്ഷം, ഏകദേശം 10 ലക്ഷത്തല്ല, 10,48,576 റോസ് ഉണ്ടെന്നാണ്. അതായത് നമുക്ക് എക്സലിൽ നോർമലി ഒരു അപ് ടു 10 lakhs ഡേറ്റ വരെ സേവ് ചെയ്യാം. എവരിബഡീസ് ക്ലിയർ? കൺട്രോളിൽ പ്രസ് ചെയ്തിട്ട് അപ്പടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നാമത് തന്നെ വരും. അതായത് നിങ്ങൾ ഇവിടെ 1 ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഇപ്പം പ്രസ് ചെയ്യുക, കൺട്രോൾ ഡൗൺ. കണ്ടോ, നമുക്കറിയാൻ പറ്റും ടോട്ടൽ ആരോസ് എത്രയാണെന്ന്. വീണ്ടും കൺട്രോൾ അപ്പ് ആരോ അടിച്ച് തുടക്കം തന്നെ വരും. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ.
കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ, കൺട്രോൾ പ്ലസ് ഡൗൺ, ടോട്ടൽ റോസ് അറിയാം. എവരിബഡി ഈസ് ക്ലിയർ? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടിക്കലി ചെയ്യാൻ തരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് എക്സ്പീരിമെന്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ തരുമെന്ന് പറഞ്ഞത്. കൺട്രോൾ ഡൗൺ ആരോ, അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ റൈറ്റ് ആരോ. കണ്ടോ, നിങ്ങൾക്ക് എത്ര കോളംസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും, ഇത്ര കോളംസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ, ക്ലിക്ക് ചെയ്തിട്ട് വിടരുത് മൗസ്. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. കണ്ട 10 lakhs റോസും ഏകദേശം 16,000 കോളംസ് ഉണ്ടെന്ന് അറിയാം. ഇവിടെ കണ്ടോ എല്ലാവരും? എല്ലാവരും കാണാൻ പറ്റണോ മുകളില്? കാണാൻ പറ്റണ്ടോ? പറയൂ. അതായത് എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കണം. ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല. ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കറിയാം എത്ര റോസും എത്ര കോളംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട്, ഞാൻ ഇപ്പോഴും ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ആവുന്നത്. എത്ര റോസ് എത്ര കോളംസ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തു, റൈറ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് റൈറ്റ് ആരോ അടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ കോളത്തിലേക്ക് പോകും. വീണ്ടും ലെഫ്റ്റ് ആരോ അടിച്ചു കഴിഞ്ഞാൽ തുടക്കം വരും. കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ബോട്ടം ആരം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എത്ര റോസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. വീണ്ടും അപ്പാരം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരും. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച ടോട്ടൽ റോസും ടോട്ടൽ കോളംസും അറിയാം. കുറച്ച് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാട്ടോ. നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നാളെ തൊട്ട് നിങ്ങൾ വേറെ ലെവലിലായിരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ നമ്മൾ ഇവിടെ ഈ ഏരിയനെ പറയുന്നതാണ് എന്ത്, ഈ വർക്ക്, ഇതിനെ പറയുന്നതാണ് വർക്ക് ഏരിയ എന്ന് പറയും. ഇതിനെ പറയുന്നതാണ് വർക്ക് ഏരിയ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും അടിയിൽ റൈറ്റ് സൈഡിൽ കണ്ടോ, നിങ്ങൾക്ക് ഇതിന് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഏറ്റവും അടിയിൽ കണ്ടോ, അത് റൈറ്റ് കൊണ്ടുവച്ചാൽ അതിൻ്റെ അർത്ഥം അത് 100% ആണ് കാണിക്കും. കണ്ടോ, ഇപ്പൊ നമ്മുടെ 100% ഇവിടെ എഴുതിയിട്ടുണ്ട്, 100%. അത് സെന്ററിൽ കൊണ്ടുവച്ചാൽ 100% ആണ്. താഴേക്ക് പോയാൽ കുറയും. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്, ഒരുപാട് റോസും കോളംസ് ഉണ്ട്. ഒറ്റ ഷീറ്റിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് ഇറ്റ്, സൂം ഔട്ട് ആൻഡ് സൂം ഇൻ ചെയ്യാൻ പറ്റും. ഇവിടെ സെന്ററിൽ ഒരു മാർക്ക് ഉണ്ട്, ആ മാർക്ക് തന്നെ കൊണ്ടുവച്ചാൽ നമുക്കത് അറിയാൻ പറ്റും. കണ്ട 100 ആയി. ക്ലിയർ ആണോ? സോ ഫാർ ക്ലിയർ? ഞാൻ കുറച്ച് സ്പീഡിൽ പോണ്ടോ? ഇല്ല, ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമുക്കറിയാം വർക്ക് ബുക്കും ഷീറ്റും തമ്മിൽ ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കുള്ള ഒരു വർക്ക് ബുക്കിൽ എത്ര ഷീറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്കിവിടെ ഷീറ്റ് 1 ഷീറ്റ് 2 എത്ര, അത് കഴിയുമ്പോൾ അടുത്ത ഷീറ്റ് വേണമെങ്കിൽ ചെയ്യാം. എത്ര ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ കമ്മിങ് ക്ലാസ്സിൽ പഠിക്കും. എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്കിത് ചെയ്ത് പോവാം. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ട ഇവിടെ വരും. നമുക്ക് ഷീറ്റിന്റെ പേരൊക്കെ മാറ്റാം. റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഷീറ്റ് റീനെയിം ചെയ്യാം. ഇഷ്ടമുള്ള ഷീറ്റ് നമുക്ക് വേണമെങ്കിൽ ജാനുവരി റിപ്പോർട്ട്, അടുത്ത് റീനെയിം ചെയ്യണമെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് അടിക്കുക, റീനെയിം ചെയ്യാം. ഫെബ്രുവരി, അടുത്ത് റൈറ്റ് ക്ലിക്ക് അടിക്കുക, റീനെയിം ചെയ്യാം. മാർച്ച്, നമുക്ക് റീനെയിം ചെയ്യാം. ഇപ്പം നമുക്ക് ഇതിനെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, അടുത്ത് പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ട, വീണ്ടും അടുത്ത് പോകണമെങ്കിൽ അടുത്ത സൈഡിലേക്ക് പോയി കാണാൻ പറ്റും. ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ ഉണ്ട്. കണ്ടോ, ലെഫ്റ്റിലേക്ക് പോയാൽ ജനുവരി കാണാം, അടുത്തേക്ക് അടുത്ത് കാണാം. ഇനി വീണ്ടും ഇതിനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിനൊരു അതാണ് ഇതിന്റെ നാവിഗേഷൻ. അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡ് നമുക്ക് താഴേക്ക് ഇങ്ങനെ വരാം, താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാം. കണ്ടോ, അടുത്ത റോയ്ക്ക് ബേസിക് സാധനമാണ് നോർമലി. അതേപോലെ നമുക്ക് ഇത് റൈറ്റിലേക്ക് പോവാം.
ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിലേക്ക് പോവാം. അതാണ് അതിന്റെ നാവിഗേഷൻ എന്ന് പറയും. ബേസിക്കലി നാവിഗേഷൻ കഴിഞ്ഞു. ഷീറ്റ് 1 വർക്ക്ഷീറ്റ്. ചെറിയൊരു ഐഡിയ കിട്ടണ്ടല്ലോ. ഇപ്പൊ കണ്ടോ, ഈ സെല്ല് ക്ലിക്ക് ചെയ്തു. ഇത് റെഡി ടു എൻ്റർ എന്നാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. റെഡി എന്ന് കാണിക്കണം കേട്ടോ. ഇനി നിങ്ങൾ ഇതിന്റെ അകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എൻ്റർ എന്ന് കാണിക്കണം കേട്ടോ. എൻ്റർ ചെയ്യാൻ റെഡി എന്നാണ് അർത്ഥം. മറ്റേത് റെഡി. ആ സെല്ല് ആക്റ്റീവ് സെല്ലിനെ പറഞ്ഞാണ് ഇവിടെ റെഡി എന്ന് വരും. നമ്മൾ അതിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ എൻ്റർ എന്ന് കാണിക്കും കേട്ടോ. ഓക്കെ, അതാണ് റെഡി ആൻഡ് എൻ്റർ. ഇതുവരെ ക്ലിയർ? ഞാനൊരു ബേസിക് ഫങ്ഷനാലിറ്റി ആണ്. ഞാനൊരു ജെനുവിൻ ഒരു കാര്യം ചോദിച്ചാൽ പറയുമ്പോൾ നിങ്ങൾ എക്സൽ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഈ ഒരു ബേസിക് സാധനങ്ങളെ കുറിച്ചൊരു അറിവുണ്ടായിരുന്നോ? ഇല്ല. ഞാൻ സിസ്റ്റമാറ്റിക്കലി ഇതിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇതിനറിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ വെറുതെ കുറച്ച് ഫങ്ഷൻസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതും ഇങ്ങനെയാണ് അതിനൊരു പ്രൊഫഷണലി മാനേജ് ചെയ്യുന്നുള്ളതും പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ക്ലിയർ? ഇനി ഇപ്പൊ നിങ്ങൾ ഇവിടെ 5 6 7 8 9 ഇങ്ങനെ ഇട്ടു എന്ന് വിചാരിക്കുക. 7 ഇങ്ങനെ ഇട്ടു എന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനിങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണിച്ചിട്ടുണ്ട് അടിയിൽ ആവറേജ്, കൗണ്ട്, സം. ഇത്തരം കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി താഴെ കാണിക്കും. ആവറേജ്, കൗണ്ട്, സം. നിങ്ങൾ ഇനി അടുത്ത നമ്പർ കൊടുത്തു ഒന്നും ചെയ്തതിനും കുഴപ്പമില്ല, ആ സാധനം അവിടെ കാണിക്കും. ആവറേജ് സെലക്ട് ചെയ്താൽ ഇവിടെ വീണ്ടും അതിന് കാണിക്കും. ആവറേജ്, കൗണ്ട്, സം, ടോട്ടൽ ചെയ്തിട്ട് കാണിക്കും. അത് അതിന് ഡിഫോൾട്ട് ആയിട്ടുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള സംഭവം. ക്ലിയർ? ഞാൻ ഈ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ എക്സൽ എടുത്തിട്ട് ഇപ്പൊ ചെയ്യണം. ഞാൻ അടുത്ത അതിൻ്റെ ഏറ്റവും ബേസിക് സാധനങ്ങളാണ് ഞാൻ കാണിച്ചത്. ഞാൻ സൂം ഔട്ട് കാണിച്ചതല്ലേ. അതേപോലെ 1 2 3 ഇത് കാണിച്ചെന്താണ്, ടു സെല്ല് കാണിച്ചതാണ്, ഓപ്പണിംഗ് എക്സൽ കാണിച്ചതാണ്, കസ്റ്റമൈസ് ടാബ്. ഇതുവരെ ക്ലിയർ? ഇനി അടുത്തതാണ് നമുക്ക് വേണമെങ്കിൽ ടാബിനെ കസ്റ്റമൈസ് ചെയ്യാം. അതാണ് ഇവിടെ കസ്റ്റമൈസ് ദ റിബൺ. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് ഇൻസെർട്ടിന്റെ അവിടെ ആണെങ്കിൽ ഇത് ചെയ്തിട്ട് കസ്റ്റമൈസ് ദ റിബൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. കേട്ടോ, ഇത് വരും. ഇവിടെ നമുക്ക് എല്ലാ കമാൻഡുകളും കാണിക്കും. നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഡ്രോ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ട്, മുകളിൽ ടാബ് ഉണ്ട് അല്ലേ. നമുക്ക് ആ ഡ്രോ എന്ന് പറഞ്ഞ ടാബ് വേണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം, ഓക്കെ അടിക്കാം. ഇൻസെർട്ട് കഴിഞ്ഞിട്ട് ഡ്രോ എന്ന് പറഞ്ഞ ടാബ് പോയി. ഇനി വീണ്ടും നമുക്ക് ആ ടാബ് വരണമെങ്കിൽ വീണ്ടും ഇവിടെ എന്തെങ്കിലും ഡ്രോ ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക. ഇപ്പൊ ഡ്രോ എന്ന് പറയുന്ന ആ ടാബ് ഇവിടെ വന്നു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും കസ്റ്റമൈസ് പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ വീണ്ടും വേണമെങ്കിൽ പുതിയ ടാബ് ക്ലിക്ക് ചെയ്യാം. സോറി, ഓക്കെ, ഈ ടാബ് ക്ലിക്ക് ചെയ്യുക. ഈ ടാബിന് നമുക്ക് പേര് കൊടുക്കാം, റീനെയിം കൊടുക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വേണമെങ്കിൽ DM എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അവിടെ ഒരു പുതിയ പേര് വന്നു, DM എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു ടാബ് കാണാൻ പറ്റും. DM എന്ന് പറഞ്ഞ കണ്ട ഇവിടെ ഒരു DM എന്ന് പറഞ്ഞ ടാബ് വന്നു. ഇനി നമുക്ക് അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഒരു കമാൻഡ് ബട്ടൺസും ഇല്ല. അപ്പൊ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു കമാൻഡ് ബട്ടൺസ് ആഡ് ചെയ്യെങ്കിൽ വീണ്ടും കസ്റ്റമൈസ് റിബൺ സെലക്ട് ചെയ്യാം. കണ്ട, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എന്ന് പറയുന്ന ഇതെടുത്തിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്ത് ഓക്കെ അടിക്കുക. കണ്ടോ, അപ്പൊ ഈ
ടാബിന്റെ താഴെ ഈ കമാൻഡ് ബട്ടൺ വന്നു. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ഇല്ല, ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി കാണിക്കണോ? നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ടാബ് ഇനി വേണമെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് അടിക്കുക, കസ്റ്റമൈസ് റിബൺ അടിക്കുക കേട്ടോ. ഈ ടാബ് സെലക്ട് ചെയ്യുക, ഈ ടാബ് ഇവിടെ സെലക്ട് ചെയ്താൽ ഇത് റിമൂവ് ചെയ്യാം. വേണ്ട, ആ ടാബ് പോയി. ഓക്കെ അടിക്കുക, വേണ്ട, ആ ടാബ് പോയി. ഇനി നമുക്ക് പുതിയൊരു DM എന്ന് പറഞ്ഞ ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് അടിക്കുക, കസ്റ്റമൈസ് ദ റിബൺ അടിക്കുക. പുതിയ ടാബ് വേണമെങ്കിൽ പുതിയ ടാബ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ടാബ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യാന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ അടിക്കുക. അപ്പൊ അതിന്റെ പേര് വന്നു. ഓക്കെ. ഇനി ഈ ടാബിന്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും ഫീൽഡ് വേണം. ഇപ്പൊ ഇമെയിൽ എന്ന് പറയുന്ന ഒരു കമാൻഡ് ബട്ടൺ വേണമെങ്കിൽ അത് ആഡ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ കട്ട് എന്ന് പറയുന്നത് വേണമെങ്കിൽ അത് ആഡ് ക്ലിക്ക് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഫോണ്ട് സൈസ് വേണമെങ്കിൽ അത് ആഡ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത്തരം കമാൻഡ്സുകൾ, കമാൻഡ് ബട്ടൺ ഈ ടാബിന്റെ താഴെ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ അടിച്ചാൽ മതി. കണ്ടപ്പോൾ DM എന്ന് പറഞ്ഞ ടാബ് അതിന് ഇത്തരം ഇത് വന്നു, ഒരു ഗ്രൂപ്പായിട്ട് കിടക്കും. നമുക്കതൊന്നും വേണമെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് അടിക്കുക, കസ്റ്റമൈസ് റിമൂവ് അടിക്കുക. ഇതാണ് നമുക്ക് വേണമെങ്കിൽ, അതിന് വേണമെങ്കിൽ റിമൂവ് ആക്കാം. ഓക്കെ അടിക്കുക. നമുക്ക് ബേസിക്കലി നമ്മുടെ ടാബ്സിന് മൊത്തം കൺട്രോൾ ചെയ്യാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് കസ്റ്റമൈസ് ദ റിബൺസ്, അല്ലെങ്കിൽ എന്താണ് എക്സൽ ഷീറ്റ്, എന്താണ് ഷീറ്റ്, എന്താണ് ടാബ്സ്, എന്താണ് ഗ്രൂപ്പ്, എന്താണ് ഡയലോഗ് ലോഞ്ചർ, അല്ലെങ്കിൽ എന്താണ് ഫോർമുല ബാർ, എന്താണ് ആക്റ്റീവ് സെൽ, അല്ലെങ്കിൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്? അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ ഈ ചെയ്തതിൽ? അല്ലെങ്കിൽ എന്താണ് ക്വിക്ക് ആക്സസ് ലോഞ്ചർ, QAT? ഇല്ല. ക്ലിയർ? പറഞ്ഞോ. എല്ലാരും എൻജോയ് ചെയ്തോ? എല്ലാരും എൻജോയ് ചെയ്തോ? ഓക്കെ, ഗുഡ്. ഇനി നമുക്കിപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിവിടെ എഴുതിയിരിക്കുകയാണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് എഴുതി. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് എഴുതി. നമുക്കറിയാം ഇത് സെലക്ട് ചെയ്ത് ഇവിടെ ബോൾഡ് എന്ന് കൊടുത്താൽ ബോൾഡ് ആവും, നമുക്കറിയാം. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഈ കീബോർഡോ അല്ലെങ്കിൽ മൗസ് ഇല്ലാണ്ട് നമുക്ക് കീബോർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ബോൾഡ് ആക്കാം. അതെങ്ങനെയാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണെ. അതിനുള്ളതാണ് ഓൾട്ടുമ പ്രസ് ചെയ്യുക. കണ്ട, ഓൾട്ടുമ പ്രസ് ചെയ്തപ്പോൾ നമുക്കറിയാം ഇവിടെ എഫിന്റെ ടാബാണിത്, എച്ചിന്റെ ഹോമിന്റെ ടാബാണ് H, ഇൻസേർട്ടിന്റെ N ആണ്. നമുക്കറിയാം ഈ ബോൾഡ് എന്ന് പറയുന്നത് ഇത് ഹോമിലുള്ളതാണ് അല്ലെ. ഓൾട്ടുമ പ്രസ് ചെയ്യുക. കണ്ടോ, പ്രസ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എച്ച്മ പ്രസ് ചെയ്യുക. എച്ച്മ പ്രസ് ചെയ്തു, പിന്നെ 1 പ്രസ് ചെയ്ത ഒരു സെക്കൻഡ്. ഇതാദ്യം ഇതിവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഓൾട്ടുമ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് H വന്നു. ഇനിയും Hമ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ബോൾഡ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്തുമ്പോ ക്ലിക്ക് ചെയ്യുന്നത്? 1 ക്ലിക്ക് ചെയ്തത് കണ്ടോ, ബോൾഡായി. നമുക്ക് മൗസ് തന്നെ ഇല്ലാണ്ട് ഇതിന് ബോൾഡ് ആക്കാൻ പറ്റും. ആർക്കെങ്കിലും മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോ? പറയൂ പ്ലീസ്. ഞാൻ പറയാൻ ശ്രദ്ധിക്കും. ഇപ്പൊ ഞാൻ മൗസ് ഉപയോഗിക്കണില്ല. മൗസ് ഉപയോഗിക്കാണ്ട് ഇവിടെ ഞാൻ എഴുതിയിരിക്കുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് എഴുതി. ഓക്കെ, മൗസ് ഉപയോഗിക്കുന്നില്ല. എനിക്ക് ഈ സാധനം ബോൾഡ് ആക്കണം. ബോൾഡ് ആക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഓൾട്ടുമ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് വിടണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു 2 സെക്കൻഡ് പിടിച്ചിട്ട് വിടുക. അപ്പൊ നമ്മുടെ ഓൾട്ടിന്റെ അവിടെ ടാബ്സ് വന്നിട്ടുണ്ട്, FH എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാൻ പറ്റും ഹോമിന്റെ എന്ന് പറയുന്ന ടാബിന്റെ കമാൻഡ് ബട്ടണാണ് ഈ ബോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹോം കിട്ടണമെങ്കിൽ H സെലക്ട് ചെയ്യുക, Hമ ക്ലിക്ക് ചെയ്യുക. H ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ കമാൻഡ് ബട്ടന്റെയും ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ 1മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് ആവും. കണ്ടോ, 1മ. ഇനി നമുക്ക് ഇറ്റാലിക് വേണോ 2മ ക്ലിക്ക് ചെയ്താൽ മതി. അണ്ടർലൈൻ വേണോ 3മ ക്ലിക്ക് ചെയ്ത് 3 ക്ലിക്ക് ചെയ്ത് അണ്ടർലൈൻ വരും. ഇനി കണ്ട, അണ്ടർലൈനിൽ തന്നെ ഏതാ വേണ്ടത്? U വേണോ, ഡബിൾ അണ്ടർലൈൻ വേണോ, സിംഗിൾ അണ്ടർലൈൻ വേണോ?
വ്യൂമ ക്ലിക്ക് ചെയ്താൽ സിംഗിൾ അണ്ടർലൈൻ വരുന്നുണ്ടോ? മനസ്സിലായോ? മനസ്സിലായി. അതായത് മൗസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ക്ലിയർ? ഒന്ന് നോട്ട് ചെയ്ത് വെക്കിയത് എല്ലാവരും. കുറച്ച് ഹെക്റ്റിക്കായോ? ഇങ്ങനെയാണ് എക്സൽ പഠിക്കേണ്ടത്. നമ്മൾ വെറുതെ അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം എല്ലാവരും. പ്രസന്റ് സാറേ, അല്ല ഇത് ഈ ഒരു ഇത് നമ്മള് സാറിന് കൺട്രോൾ ബി അടിക്കുമ്പോ ആവും. അല്ലെ നമുക്ക് എല്ലാം ഭാഗവും കൺട്രോൾ എല്ലാത്തിന്റെയും ഏത് ഭാഗം ഫോർമുല ബാർ പേജ് ലേഔട്ട് ആ സിസ്റ്റം എന്ത് വേണേലും അത് കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റും. ഇഷ്ടമുള്ള നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഓൾട്ട് ബാർ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. എല്ലാവരും നോട്ട് ചെയ്തിട്ട് ഇനി നിങ്ങൾ ഒന്ന് കുറച്ച് നേരം അത് പറ്റുന്ന പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇത്ര ഭാഗമാണ് നമ്മളിന്ന് ബേസിക്കലി ഒരു ബേസിക് സ്ട്രക്ചർ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?